guys, so welcome back to my YouTube channel. So today I'm going for a shopping. അപ്പോൾ അത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ബിക്കോസ് കുറച്ചായില്ലേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. സോ ഐ തോട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോഴൊന്നും ഇന്നെ കൂട്ടാറില്ല. ബിക്കോസ് യു നോ വാട്ട്, ഇന്നെ അവിടെ പണയം വെച്ചിട്ട് വരേണ്ടി വരും എന്നുള്ള പേടി കാരണം ഇന്നെ കൂട്ടിക്കൊണ്ടുപോകാറില്ല. സോ ഇത്തവണ ഞാൻ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാനും വരും, ഞാൻ എന്തായാലും ഒന്ന് വരും എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് കയറ് പൊട്ടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മളിപ്പോൾ പോണ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എവിടെ വെച്ചാൽ മലപ്പുറം ടൗണിലുള്ള ജാംജൂം സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ മലപ്പുറത്തെ നമ്പർ 1 ഹൈപ്പർ മാർക്കറ്റാണ്. എല്ലാവർക്കും അറിയായിരിക്കും, അവരും നോസ് ദാറ്റ് ഇൻ മലപ്പുറം. അപ്പോൾ അവിടേക്കാണ് പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന മേക്കപ്പ് സാധനങ്ങളും പിന്നെന്താ വല്ല ഫുഡ് കഴിക്കാനും ഡ്രസ്സ് എടുക്കാനും പോകുന്നല്ല, നമ്മൾ പുട്ടുപൊടിയും വീട്ടിലേക്ക് വേണ്ട ബാർ സോപ്പും മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യുനോ എൻ്റെ വീട്ടുകാർ അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ മാത്രമേ എന്നെ കൊണ്ടുപോകാറുള്ളൂ. ഹൗ ക്രൂവൽ ദേ ആർ. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വീഡിയോ അവിടെ എത്തിയിട്ടൊക്കെ കാണിച്ചു തരാം. ഐ തിങ്ക് ദിസ് വ്ളോഗ് ഗോണ ബി എ ഫൺ വ്ളോഗ്. ബൈ ബൈ. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എത്തിയിട്ടോ. ഇത് നമ്മുടെ മലപ്പുറത്തെ സെക്കൻഡ് ജാംജൂമിൻ്റെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇന്ന് അതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതുപോലെ തന്നെ അടിപൊളിയാണ്. ഉള്ളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ ഒരു സെക്ഷനാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ റോയൽ റിച്ച് ലുക്കിലുള്ള പ്ലേറ്റ്സ് അതുപോലെ തന്നെ പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ ഗേൾസിന് പറ്റിയിട്ടുള്ള കുറേ ഐറ്റം ഉണ്ടായിരുന്നു. അതിൽ ഇതെൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല മെറ്റീരിയൽ, ആ ഒരു പ്രൈസിനുണ്ടല്ലോ ഭയങ്കര വേർത്തായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം ഞാൻ എടുത്തു. രണ്ടും കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അടിപൊളി മെറ്റീരിയൽ. എൻ്റെ കയ്യിൽ 2-3 വട്ടം വീണിട്ട് പോലും പൊട്ടിയില്ല. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായി. പിന്നെ നമ്മൾ ഈ ഒരു ലിപ് ബാം നോക്കി, ബട്ട് എടുത്തൊന്നും ഇല്ല കേട്ടോ, വെറുതെ നോക്കി. പിന്നെ ഇങ്ങനെ കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉള്ളിൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. കാരണം കുറേ ഓഫേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വോയിസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ക്രൗഡഡ് ആണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ ടെഡീസൊക്കെ ഉണ്ടായിരുന്നിട്ട് കുറേ പേര് അതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ട്രാവൽ ബാഗ്സും ട്രോളീസ് അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രാൻഡ്സിൻ്റെ. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര ഓഫേഴ്സിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് നല്ല ഓഫറിലായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കെറ്റിൽ, പിന്നെന്താ കുറേ നോൺ സ്റ്റിക്കിൻ്റെ തവ, ദോശത്തവ, കറി പാനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെക്കൻഡ് ഫ്ലോറിലുള്ളൊരു സെക്ഷനാണ് കേട്ടോ. ഇതൊക്കെ കണ്ടാൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് കണ്ണ് തള്ളും. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഇതായിട്ട് മേടിച്ചിട്ട് ഇത് 3 ഒപ്പം വരുന്ന സെറ്റാണ് കേട്ടോ. അതായത് കറി പാന്, നോൺ സ്റ്റിക്ക് തവ അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മേടിച്ചു. ഇനിയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അതായത് ഇത്രയും നേരം വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ബാസ്ക്കറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഇനി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മേടിക്കട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ലേസ്, ആദ്യം തന്നെ നമ്മളെ കണ്ണ് ലേസിലേക്കാണ് പോയത്. അപ്പോൾ ഒരു പച്ച ഓറഞ്ചൊക്കെ എടുത്തിട്ടോ. അങ്ങനെ നിൽക്കുകയാണ്. അത് എടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വെക്കേണ്ടി ഇരുന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രിങ്കിൾസ്. അപ്പോൾ അത് അറിയാണ്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ഭയങ്കര ഡിസ്കൗണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. പിന്നെ അത് ഒന്നും പറഞ്ഞില്ല, നമ്മൾ അങ്ങനെ എടുത്തു. പിന്നെ ഇതിൻ്റെ അടുത്ത ഫേവറേറ്റ്, ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയുണ്ടാവും, മാൽക്കിസ്റ്റിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് എടുത്തു. 2 എണ്ണം ഒരു ഓഫർ കോമ്പോയിൽ കണ്ടപ്പോൾ അതങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നട്ട്സ്, ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടി ഒരു സെക്ഷനിലോട്ട് വന്നാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. മിൽക്ക്, അതേപോലെ തന്നെ ഡയറി മിൽക്കിൻ്റെ സിൽക്ക്, അതുപോലെ മറ്റേ ഗൾഫിൽ നിന്ന് വരുന്ന കിൻഡർ ബ്രൂണോ എന്നൊക്കെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും മേടിച്ചില്ല. പിന്നെ എനിക്ക് ടാങ്ക് ഉണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാൻ തോന്നി. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് എടുത്ത് അങ്ങോട്ട് ഇട്ടു. ബാക്കിയുള്ളതൊക്കെ വീട്ടിലേക്ക് മേടിച്ചതാണ് കേട്ടോ. എനിക്കൊക്കെ കുറച്ച് സാധനത്തിനെ മേടിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ പട്ടിഷമാണ്, അതിൽ കൂടെ നടക്കുന്നതൊക്കെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാം കൂടെ പാക്കൊക്കെ ചെയ്തു. അവർ ബില്ലിംഗ് ഒക്കെ ചെയ്ത് തന്നു. അത്യാവശ്യം നല്ല ആ ഒരു പേപ്പറിലൊക്കെ വെച്ച് കെട്ടിയൊക്കെ തന്നു. എന്നിട്ട് പിന്നെ ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ വെച്ചിട്ടു. നമ്മൾ അത് വണ്ടിയിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഒരു നീണ്ട ഷോപ്പിംഗ് കഴിഞ്ഞു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേഗം കഴിയേണ്ടതായിരുന്നു. ഇത് അത്യാവശ്യം നല്ല ടൈം എടുത്തു. പിന്നെ ഞാൻ വീഡിയോയിൽ അത്ര ലാഗൊന്നും ആക്കിയിട്ടില്ല. ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ് പോലെ. അത്യാവശ്യം ലെങ്ത് ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. എല്ലാം കുറച്ച് ഇങ്ങനെ എടുക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയൊന്നും ലാഗ് അടുപ്പിക്കേണ്ട വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലോട്ട് പോവാണ്. അതാണ് എൻ്റെ കയ്യിലുള്ള സാധനം. ബാക്കിയൊക്കെ അത് അവിടെ അച്ഛൻ്റെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. നല്ല കാറ്റുണ്ട്. ഓക്കെ, ഭയങ്കര ടയേർഡാണ്. ലുക്ക് അറ്റ് മൈ ഫേസ്. നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്.
ഇനി ഇത് പോകാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഹോം റെമഡി ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. ബിക്കോസ് സൺസ്ക്രീനൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ സ്കിന്നിൽ. ഐ ഡോണ്ട് നോ, ഞാൻ എത്ര സൺസ്ക്രീൻ ഇട്ടിട്ടൊന്നും എൻ്റെ സ്കിന്നിൽ അത് വർക്ക് ചെയ്യുന്നില്ല. സോ ഐ എം ഗോയിങ് ടു ട്രൈ എ ഹോം റെമഡി സൂൺ. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഓൺ വോയിസിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര നോയ്സിയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ച് കൂട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ. ബൈ ബൈ.